നമസ്കാരം. പ്രധാന വാർത്തകൾ. കുന്നംകുളത്ത് LDF സ്ഥാനാർത്ഥി AC മൊയ്തീനെതിരെ അപര സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്ന എടപ്പാൾ സ്വദേശി KP മൊയ്തീന്റെ പത്രിക തള്ളി. LDF പ്രവർത്തകരുടെ പരാതിയെ തുടർന്നാണ് നടപടി. ഇതോടെ കുന്നംകുളത്തെ മത്സരക്കളത്തിൽ അവശേഷിക്കുന്നത് 3 മുന്നണികളുടെ സ്ഥാനാർത്ഥികളും ആം ആദ്മി സ്ഥാനാർത്ഥിയും ഉൾപ്പെടെ 4 പേർ. നിയമസഭാ പോരിന് ചൂടേറുന്നു. പ്രചരണത്തിന് ഇനി 2 ആഴ്ച മാത്രം. മുന്നണികളുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ സജീവം. ആരോപണ പ്രത്യാരോപണങ്ങളുമായി രാഷ്ട്രീയ നേതൃത്വം. കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ബഹളം. ജവഹർ സ്റ്റേഡിയത്തിന്റെ പേര് കൌൺസിൽ അജണ്ടയിൽ ഒഴിവാക്കിയതിന് പിന്നിൽ CPIM BJP ഡീലിന്റെ ഭാഗമെന്ന് പ്രതിപക്ഷം. നഗരമധ്യത്തിലുള്ള ജവഹർ സ്റ്റേഡിയത്തിന്റെ പേര് കൌൺസിൽ അജണ്ടയിൽ മുനിസിപ്പൽ ഇൻഡോർ സ്റ്റേഡിയം എന്ന് രേഖപ്പെടുത്തിയത് ബോധപൂർവമാണെന്നും കോൺഗ്രസ് ആരോപണം. വാർത്തയിൽ ആദ്യം തെരഞ്ഞെടുപ്പ് വിശേഷം. കുന്നംകുളത്തെ LDF സ്ഥാനാർത്ഥി AC മൊയ്തീനെതിരെ അപര സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്ന എടപ്പാൾ സ്വദേശി KP മൊയ്തീന്റെ പത്രിക തള്ളി. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന സമയത്ത് തന്നെ KP മൊയ്തീന്റെ പത്രികയുമായി ബന്ധപ്പെട്ട് സത്യവാങ്മൂലത്തിലെ വിവിധ അപാകതകൾ ചൂണ്ടിക്കാട്ടി ഇടതുമുന്നണി പ്രവർത്തകർ പരാതി ഉയർത്തിയിരുന്നു. പിന്നീടാണ് സൂക്ഷ്മ പരിശോധനയ്ക്കിടെ പത്രിക തള്ളിയത്. ഇതോടെ 3 മുന്നണി സ്ഥാനാർത്ഥികളും ആം ആദ്മി സ്ഥാനാർത്ഥിയും ഉൾപ്പെടെ 4 പേരായിരിക്കും കുന്നംകുളത്ത് മത്സരരംഗത്തുണ്ടാവുക. കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസും ചേർന്ന് കേരളത്തെ ശവപ്പറമ്പാക്കി മാറ്റിയെന്ന് NDA സംസ്ഥാന വൈസ് ചെയർമാൻ AN രാധാകൃഷ്ണൻ പറഞ്ഞു. NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച നിയോജകമണ്ഡലം കൺവെൻഷൻ ഗുരുവായൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മരുന്ന് നിർമ്മാണ രംഗത്ത് 70% ഇന്ത്യ ലോകരാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുമ്പോൾ കേരളത്തിൽ ഒറ്റ വ്യവസായ സംരംഭങ്ങളില്ല. കമ്മ്യൂണിസ്റ്റുകാർ സമ്മതിക്കാത്തതാണ് ഇതിന് കാരണം. 35 ലക്ഷത്തോളം വരുന്ന വിദേശ മലയാളികൾ പ്രവാസം മതിയാക്കി കേരളത്തിൽ എത്തിയാൽ പെട്ടിക്കട പോലും തുടങ്ങാൻ പറ്റില്ല. ഭരണവർഗ മുന്നണികൾ അവയെല്ലാം അടച്ചുപൂട്ടിക്കും. കള്ള് കച്ചവടവും ലോട്ടറിയും ഒഴിച്ചു നിർത്തിയാൽ നക്കാപ്പിച്ച കിട്ടാത്ത സംസ്ഥാനമാണ് കേരളമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളപ്പിറവിക്ക് ശേഷം കൂട്ടിയ വ്യവസായ സ്ഥാപനങ്ങളുടെ കണക്ക് പരിശോധിച്ചാൽ കേരളത്തിലെ ഈ കമ്മ്യൂണിസ്റ്റുകാർ, ഈ കോൺഗ്രസുകാർ കേരളത്തെ ശവപ്പുറമ്പാക്കി മാറ്റി. ഇന്ത്യ രാജ്യത്ത് മരുന്ന് നിർമ്മാണത്തിൽ ലോകരാജ്യങ്ങളിലേക്ക് 70% ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുമ്പോൾ കേരളത്തിൽ ഒറ്റ വ്യവസായ സ്ഥാപനമില്ല. വാഹന നിർമ്മാണത്തിൽ മെയ്ക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായി ലോകോത്തര നിലവാരം പുലർത്തിക്കൊണ്ട് വാഹന ഗതാഗതവുമായി ബന്ധപ്പെട്ട് കാറുകൾ വിദേശത്തേക്ക് പോകുമ്പോൾ കേരളത്തിലില്ല. എന്താ കാരണം? കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരെ സമ്മതിക്കില്ല. 35 ലക്ഷം വിദേശ മലയാളികളില്ലേ? ഈ കഠിനാധ്വാനം ചെയ്ത് വെയിൽ കൊണ്ടുവരുന്ന ഈ 35 ലക്ഷം വരുന്ന വിദേശ മലയാളികൾ ഏതെങ്കിലും ഒരു മലയാളിക്ക് ഒരു പെട്ടിക്കട തുടങ്ങാൻ പറ്റുമോ? അത് ഈ കേരളത്തിലെ ഭരണവർഗ മുന്നണികൾ അടച്ചുപൂട്ടിക്കില്ലേ? കേരളത്തിലെ എല്ലാ വ്യവസായ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടിയില്ലേ? കോഴിക്കോട് ഏറ്റവും പ്രസിദ്ധമായ 3000-ഓളം ആളുകൾ പണിയെടുത്തിരുന്ന ഗോളിയോ റെയിൻസ് ആരാ പൊട്ടിച്ച്? പെരുമ്പാവൂർ റെയിൻസ് ആരാ പൊട്ടിച്ച്? അശോക ഫാക്ടറി ആരാ പൊട്ടിച്ച്? ശ്രീചിത്ര മില്ല്, ചാക്കോള മില്ല്, കാറ്റായി കോട്ടൺ മിൽസ്, ക്രോംപ്ടൺ ഗ്രീവ്സ്, ഉഷ കമ്പനി, തോഷിബ ആനന്ദ്, ഒഗേൻ ഗ്ലാസ് ഫാക്ടറി, എക്സൽ ഗ്ലാസ് ഫാക്ടറി, എത്ര ഫാക്ടറികളാണ്? എല്ലാം പൂട്ടിച്ച് കേരളത്തിന് ശവപ്പുറമ്പാക്കി ഈ കേരളത്തിലെ ഭരണവർഗ മുന്നണികൾ മാറ്റിയില്ലേ? ടൗൺഹാളിൽ നടന്ന കൺവെൻഷനിൽ NDA നിയോജക മണ്ഡലം കൺവീനർ ദയാനന്ദൻ മാമ്പുള്ളി അധ്യക്ഷത വഹിച്ചു. മുൻ കേന്ദ്രമന്ത്രി ഭഗവന്ത് ഖുബ മുഖ്യാതിഥിയായിരുന്നു. കേരളത്തിൽ കോൺഗ്രസിനേക്കാൾ ശക്തം BJP ആണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. മുഖ്യമന്ത്രിയുടെയും കോൺഗ്രസിന്റെയും ആത്മവിശ്വാസം കുറഞ്ഞതായും BJP പ്രവർത്തകരുടെയും സ്ഥാനാർത്ഥികളുടെയും ആവേശം വളരെ കൂടുതലാണെന്നും അദ്ദേഹം പറഞ്ഞു. BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ, നിയോജക മണ്ഡലം ഇൻചാർജ് അനീഷ് എയ്യാൽ, ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചരമ്പത്ത്, ചാവക്കാട് മണ്ഡലം പ്രസിഡന്റ് വർഷ മണികണ്ഠൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് രാജൻ തറയിൽ, BDJS മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് പുളിക്കൽ, KR അനീഷ്, സുഭാഷ് മണ്ണാരത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കൺവെൻഷന് മുന്നോടിയായി നടന്ന പ്രകടനം BJPയുടെ ശക്തി വിളിച്ചോതുന്നതായി NDA.
തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്നും ശംഖുനാഥ കാഹളം മുഴക്കി ആരംഭിച്ച റാലിയിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. വർണ്ണക്കാവടികളും ബലൂണുകളും ഡിജെയും മറ്റ് അലങ്കാരങ്ങളുമായി നടന്ന റാലി നഗരം ചുറ്റി ടൗൺഹാളിൽ സമാപിച്ചു. BJP is very strong in the Kerala than the Congress. Both statement of CM himself is showing his confidence low. Congress double low. And our josh of the candidate and our josh of the party workers, BJP and NDA very high. സാധാരണക്കാരുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് കുന്നംകുളത്തിന്റെ സമഗ്ര മുന്നേറ്റമാണ് NDA ലക്ഷ്യമിടുന്നതെന്ന് സ്ഥാനാർത്ഥി KR റെജി. കുന്നംകുളം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദി പ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനും കായിക മേഖലയുടെ പുരോഗതിക്കും പ്രത്യേക പ്രാധാന്യം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ജിജോ തരകൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അജ്മൻ ചെമ്മന്നൂർ സ്വാഗതവും ട്രഷറർ PS ടോണി നന്ദിയും പറഞ്ഞു. ജോയിന്റ് സെക്രട്ടറി അഖിൽ രാമപുരം, നിർവാഹക സമിതി അംഗങ്ങളായ സുധീഷ് മേക്കാട്ടിൽ, ജോസ് മാളിയേക്കൽ എന്നിവർ നേതൃത്വം നൽകി. BDJS ജില്ലാ വൈസ് പ്രസിഡന്റ് CB ശ്രീഹരി, OBC മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി രജീഷ് ഐനൂർ, മണ്ഡലം ജനറൽ സെക്രട്ടറി MB ദിനേശ്, ജില്ലാ കമ്മിറ്റി അംഗം അശോകൻ മമ്പറമ്പിൽ തുടങ്ങിയവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. മണലൂർ നിയോജക മണ്ഡലം ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി TN പ്രതാപന്റെ വിജയത്തിനായി UDF ചൂണ്ടൽ പഞ്ചായത്ത് കൺവെൻഷൻ ചേർന്നു. കേച്ചേരി സിറ്റി പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ CMP സംസ്ഥാന സെക്രട്ടറി PRN നമ്പീശൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് RM ബഷീർ അധ്യക്ഷനായി. സ്ഥാനാർത്ഥി TN പ്രതാപൻ, KPCC ജനറൽ സെക്രട്ടറി O അബ്ദുറഹ്മാൻ കുട്ടി, KPCC സെക്രട്ടറി CC ശ്രീകുമാർ, DCC സെക്രട്ടറി V വേണുഗോപാൽ, കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി, കേരള കോൺഗ്രസ് സംസ്ഥാന സമിതി അംഗം CT പോൾ, മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി അംഗം PA സാദിഖ്, DCC സെക്രട്ടറിമാരായ KB ജയറാം, K ജയശങ്കർ, CM നൌഷാദ്, CMP ജില്ലാ കമ്മിറ്റി അംഗം KS ബെന്നി, മുസ്ലിം ലീഗ് ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് യൂസഫ് മാസ്റ്റർ, ജില്ലാ പഞ്ചായത്ത് അംഗം ലീല രാമകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആൻഡോ പോൾ, കേച്ചേരി സഹകരണ ബാങ്ക് പ്രസിഡന്റ് ധനേഷ് ചുള്ളിക്കാട്ടിൽ, ചിറനെല്ലൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് TO സേബി എന്നിവർ സംസാരിച്ചു. കഷ്ടപ്പെട്ട് വീട്ടിൽ നിന്ന് പോയി വോട്ട് ശേഖരിച്ച് വലിയ ഭൂരിപക്ഷം ചെയ്യുന്ന മണലൂരിൽ UDFന്റെ MLA കൂടി മണലൂരിൽ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി തൃശൂർ പാലക്കാട് ജില്ലാ അതിർത്തിയിൽ പരിശോധന കർശനമാക്കി. കണക്കിൽപ്പെടാത്ത പണം, ആയുധം, ലഹരി വസ്തുക്കൾ തുടങ്ങിയവ കടത്തുന്നത് കണ്ടെത്തുന്നതിനാണ് പോലീസും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് പരിശോധന നടത്തുന്നത്. ജില്ലാ അതിർത്തി കടക്കുന്ന പല വാഹനങ്ങളും ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ചെലവ് നിരീക്ഷകരും പരിശോധനയ്ക്ക് മേൽനോട്ടം വഹിക്കുന്നുണ്ട്. ജില്ലാ അതിർത്തിയായ തണത്തറ പാലത്തിന് സമീപം 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പരിശോധനാ ബൂത്തും സ്ഥാപിച്ചിട്ടുണ്ട്. ചുട്ടുപൊള്ളുന്ന വെയിലിനെയും വകവയ്ക്കാതെ പ്രചരണ ചൂടിൽ മണലൂർ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥ്. ഏറെ ആവേശത്തോടെയാണ് വോട്ടഭ്യർത്ഥനയുമായി എത്തുന്ന മാഷെ ജനങ്ങൾ സ്വീകരിക്കുന്നത്. പ്രവർത്തകരോടൊപ്പം വിവിധ മേഖലകളിലെ വീടുകൾ കയറിയാണ് മാഷ് വോട്ടഭ്യർത്ഥന നടത്തുന്നത്. കിടപ്പിലായ രോഗികളെയും പ്രായം ചെന്ന് നടക്കാൻ കഴിയാത്തവരെയും പ്രത്യേകമായി സന്ദർശിച്ചാണ് വോട്ടഭ്യർത്ഥന. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആദ്യകാല പ്രവർത്തന കാലഘട്ടത്തിൽ ക്ലാസ് എടുക്കാനായി എത്തിയതിന്റെ ഓർമ്മകൾ അദ്ദേഹം പങ്കുവച്ചു. കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്തുണ്ടായ മുന്നേറ്റത്തിന് പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിലൂടെ നേതൃത്വം നൽകിയ മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ LDF സ്ഥാനാർത്ഥിക്ക് രക്ഷിതാക്കൾ ഹൃദ്യമായ വരവേൽപ്പാണ് നൽകിയത്. സൗമ്യതയാർന്ന പെരുമാറ്റവും മനസ്സിൽ നിന്നുള്ള സംസാരവും കൊണ്ട് ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ചാണ് പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ പര്യടനം പുരോഗമിക്കുന്നത്. ഭൂവിസ്തൃതി കൊണ്ട് ഏറ്റവും വലിപ്പമേറിയ മണ്ഡലങ്ങളിൽ ഒന്നായ മണലൂരിൽ കത്തുന്ന സൂര്യന്റെ കനത്ത ചൂടിനെയും മറികടക്കുന്ന പ്രവർത്തകരുടെ ആവേശം ഏറ്റുവാങ്ങിയാണ് ഓരോ സ്വീകരണ കേന്ദ്രത്തിലേക്കും മാഷ് എത്തിച്ചേരുന്നത്. സ്നേഹസൗഹൃദങ്ങൾ പുതുക്കി കടവല്ലൂർ പഞ്ചായത്തിൽ കുന്നംകുളം മണ്ഡലം LDF സ്ഥാനാർത്ഥി AC മൊയ്തീന്റെ പര്യടനം. ഓരോരുത്തരെയും പേരെടുത്ത് വിളിച്ചും കുശലാന്വേഷണം നടത്തിയും നാടിന്റെ വികസനത്തെക്കുറിച്ചും സംസാരിച്ചുമായിരുന്നു പ്രചരണം. കല്ലുംപുറത്തെത്തിയ സ്ഥാനാർത്ഥിയെ നാട്ടുകാർ സ്വീകരിച്ചു. കല്ലുംപുറം സെന്ററിൽ എത്തിയ ശേഷം ഓട്ടോറിക്ഷ തൊഴിലാളികളോടും വ്യാപാരികളോടും സൗഹൃദം പങ്കിട്ടു. കുന്നംകുളം ഏരിയ സെക്രട്ടറി കൊച്ചനിയൻ, അബ്ബാസ്, സുരേഷ് തുടങ്ങിയ നേതാക്കൾ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു.
പാവർട്ടിയെ നീലക്കടലാക്കി മണലൂരിലെ UDF സ്ഥാനാർത്ഥിക്കായി വനിതകളുടെ റോഡ് ഷോ. മണലൂർ നിയോജക മണ്ഡലത്തിലെ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി TN പ്രതാപന്റെ പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ റോഡ് ഷോ സംഘടിപ്പിച്ചത്. പ്രതീക്ഷയാണ് പ്രതാപൻ എന്നെഴുതിയ നീലക്കുടകളുമേന്തിയാണ് പാവർട്ടി അങ്ങാടിയിൽ മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ റോഡ് ഷോ നടത്തിയത്. സ്ഥാനാർത്ഥി TN പ്രതാപൻ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ MP, AICC നിരീക്ഷകൻ അശോക് ധൻവർ എന്നിവർ റാലിക്ക് മുന്നിലായി അണിനിരന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദുർഭരണത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ചും മണലൂരിന്റെ വികസന കാഴ്ചപ്പാടുകളുടെ പുറത്തിറക്കുന്ന ഗ്യാരണ്ടി കാർഡും മണലൂർ മാനിഫെസ്റ്റോയും ഉയർത്തിപ്പിടിച്ചുമാണ് നൂറുകണക്കിന് വനിതകൾ റോഡ് ഷോയുടെ ഭാഗമായത്. പൊരിവെയിലിലും അണമുറിയാത്ത ആവേശത്തോടെയാണ് പ്രവർത്തകർ റാലിയിൽ അണിനിരുന്നത്. മഹിളാ കോൺഗ്രസ് നേതാക്കളായ സുബൈദ മുഹമ്മദ്, റൂബി ഫ്രാൻസിസ്, മീര ജോസ്, സുഗന്ധിനി ഗിരീഷ്, പ്രിൻസി സുരേഷ്, വിമല NK, ടോളി വിനീഷ്, രജനി കൃഷ്ണാനന്ദ്, നസീമ ഹാരിസ്, റംസിയ മുജീബ്, സുഹറാബി ഹമീദ്, സുനീതി, ഫിലോമിന, സുചിത്ര, ധന്യ, പുഷ്പ, ഷമീറ, റംല, ലത പ്രേമൻ എന്നിവർ നേതൃത്വം നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക സംഘം പരിശോധന കർശനമാക്കി. വ്യാപകമായ പരിശോധനകൾ നടന്നുവരുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെട്ടാണ് സർക്കാർ ഗസറ്റഡ് ഓഫീസർമാരും പോലീസും വീഡിയോഗ്രാഫർമാരും അടങ്ങുന്ന സംഘം പ്രധാന പാതകളിലും നിയോജക മണ്ഡലങ്ങളുടെയും ജില്ലകളുടെയും അതിർത്തികളിൽ പരിശോധന കർശനമാക്കിയിരിക്കുന്നത്. ഓരോ നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചും പരിശോധനയ്ക്കായി പ്രത്യേകം കേന്ദ്രങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. മണലൂർ നിയോജക മണ്ഡലത്തിന്റെ അതിർത്തി പ്രദേശമായ ചൂണ്ടലിൽ സജ്ജമാക്കിയ താൽക്കാലിക ചെക്ക് പോസ്റ്റിൽ 24 മണിക്കൂർ പരിശോധന തുടരുകയാണ്. 8 മണിക്കൂർ വീതമുള്ള 3 ഷിഫ്റ്റുകളിലായി പോലീസിന്റെയും സർക്കാർ ഗസറ്റഡ് ഓഫീസർമാരുടെയും നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകി വരുന്നത്. യാത്രാവാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവയിൽ പഴുതടച്ച പരിശോധനയാണ് നടക്കുന്നത്. അനധികൃതമായി പണം കടത്തുന്നത് ഉൾപ്പെടെയുള്ളവ തടയുന്നതിന്റെ ഭാഗമായാണ് പരിശോധന. കൂടാതെ ലഹരിക്കടത്ത് ഉൾപ്പെടെയുള്ളവയും പരിശോധനയുടെ ഭാഗമാണ്. തെരഞ്ഞെടുപ്പ് വരെയുള്ള ദിവസങ്ങളിൽ പ്രത്യേകം സജ്ജമാക്കിയ ചെക്ക് പോസ്റ്റുകളിൽ കർശന പരിശോധന തുടരും. 7 വയസ്സായ പെൺകുട്ടിയെ പീഡിപ്പിച്ച 54-കാരന് ജീവപര്യന്തം കഠിന തടവും 1,51,000 രൂപ പിഴയും ശിക്ഷ. പാവർട്ടി തച്ചേരിൽ വീട്ടിൽ വർഗീസ് മകൻ ലോറൻസ് ബാബുവിനെയാണ് ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷിച്ചത്. പിഴ അടയ്ക്കാത്ത പക്ഷം 10 മാസം കൂടി അധിക തടവ് അനുഭവിക്കണം. പ്രോസിക്യൂഷന് വേണ്ടി 23 സാക്ഷികളെ വിസ്തരിക്കുകയും 35 രേഖകൾ ഹാജരാക്കുകയും ചെയ്തു. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് C നിഷ എന്നിവർ ഹാജരായി. ജവഹർ സ്റ്റേഡിയത്തിന്റെ പേര് കൌൺസിൽ അജണ്ടയിൽ ഒഴിവാക്കിയതിന് പിന്നിൽ CPIM BJP ഡീലിന്റെ ഭാഗമെന്ന് പ്രതിപക്ഷം. നഗരമധ്യത്തിലുള്ള ജവഹർ സ്റ്റേഡിയത്തിന്റെ പേര് കൌൺസിൽ അജണ്ടയിൽ മുനിസിപ്പൽ ഇൻഡോർ സ്റ്റേഡിയം എന്ന് രേഖപ്പെടുത്തിയത് ബോധപൂർവമാണെന്ന് കോൺഗ്രസും ആരോപിച്ചു. BJP CPIM ഡീലിന്റെ ഭാഗമായാണെന്ന് കോൺഗ്രസ് അംഗം ലബീബ് ഹസനാണ് ഉന്നയിച്ചത്. കൌൺസിൽ അജണ്ടയിൽ നിന്ന് രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ പേര് ബോധപൂർവം ഒഴിവാക്കിയതാണെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ CPIM BJP ഡീലിന്റെ ഭാഗമാണിതെന്നും ലബീബ് വ്യക്തമാക്കി. സ്റ്റേഡിയത്തിന്റെ നവീകരണം സംബന്ധിച്ചുള്ള അജണ്ടയിലെ ചർച്ചയ്ക്കിടയിലാണ് വിവാദമായ ആരോപണവുമായി ലബീബ് രംഗത്ത് വന്നത്. തുടർന്ന് ഭരണപക്ഷത്തെ സ്ഥിരം സമിതി ചെയർപേഴ്സൺ T സോമശേഖരൻ ആരോപണം നിഷേധിക്കുകയും കോൺഗ്രസും BJPയുമാണ് ഡീൽ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും തിരിച്ചടിച്ചു. തുടർന്ന് BJP CPIM അംഗങ്ങൾ തമ്മിൽ രൂക്ഷമായ വാഗ്വാദം നടന്നു. ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ പേര് ജവഹർ സ്റ്റേഡിയം എന്ന് തന്നെയാണെന്നും ജവഹർ സ്റ്റേഡിയം എന്ന പേര് നിലനിൽക്കുമെന്നും അജണ്ടയിൽ വന്നത് കേസ്മാർട്ട് വഴി അജണ്ട തയ്യാറാക്കിയതിൽ വന്ന അച്ചടിപ്പിശകാണെന്നും വൈസ് ചെയർമാൻ PG ജയപ്രകാശ് വ്യക്തമാക്കി. വിദ്യാർത്ഥികളിലും യുവാക്കളിലും വർദ്ധിച്ചുവരുന്ന ലഹരി ഉപഭോഗം തടയുവാൻ പോലീസ് എക്സൈസ് വിഭാഗങ്ങളുടെ യോഗം വിളിച്ചു ചേർക്കുമെന്ന് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ വ്യക്തമാക്കി. ലഹരി ഉപയോഗത്തിനെതിരെ നഗരസഭ ശക്തമായ പ്രചരണ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും. കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ ഓരോ വാർഡിലും ഒന്നിടവിട്ട ദിവസങ്ങളിൽ 2 ലോഡ് വെള്ളം വിതരണം ചെയ്തു വരുന്നുണ്ടെന്ന് ചെയർപേഴ്സൺ വ്യക്തമാക്കി. കുടിവെള്ളം രൂക്ഷമായുള്ള ചില വാർഡുകളിൽ പ്രത്യേക പരിഗണന നൽകുമെന്നും അവർ സൂചിപ്പിച്ചു.
കൌൺസിൽ യോഗത്തിൽ സ്ഥിരം സമിതി ചെയർപേഴ്സൺ മിഷ സെബാസ്റ്റ്യൻ, കൌൺസിൽ അംഗങ്ങളായ NA ഷനോഫ്, KA സോമൻ, ശ്രീജിത്ത് താവേൻ, ഗീത ശശി, ഷജീഷ്, PK ബിനീഷ്, ഷാജി ആലിക്കൽ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. ചാവക്കാട് പൊന്നാനി ഹൈവേയിൽ വെളിയങ്കോട് മേൽപ്പാലത്തിന് മുകളിൽ ഭക്ഷ്യമാംസ മാലിന്യങ്ങൾ ചാക്കിൽ തള്ളിയ നിലയിൽ രാത്രികാലങ്ങളിൽ നിരവധി ഭക്ഷ്യമാംസ മാലിന്യങ്ങളുമായി നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത്. ഹൈവേയിൽ പലയിടങ്ങളിലും ചാക്കിൽ കെട്ടിയ നിലയിൽ മാലിന്യങ്ങൾ തള്ളുന്ന സ്ഥിതിയാണ്. പുഴുവരിച്ച നിലയിലും ദുർഗന്ധം വന്നതോടും കൂടിയാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇത്തരത്തിൽ രാത്രികാലങ്ങളിൽ മാലിന്യങ്ങൾ തള്ളുന്നവർക്കെതിരെ കർശനമായ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പ്രമുഖ കമ്പനിയുടെ ചോക്ലേറ്റിൽ നിന്ന് പുഴുവിനെ കണ്ടെത്തിയതായി പരാതി. ചൂണ്ടൽ പെലക്കാട്ടു പയ്യൂർ സ്വദേശിയുടെ മകന് നൽകിയ മിഠായിൽ നിന്നാണ് പുഴുവിനെ കണ്ടത്. പയ്യൂർ സ്വദേശി ഷാജി തന്റെ 4 വയസ്സുകാരനായ മകൻ ജൊഹാന് നൽകിയ പാർലെ മെലഡി ചോക്ലേറ്റിലാണ് പുഴുവിനെ കണ്ടെത്തിയത്. 3 ദിവസം മുമ്പ് വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിയപ്പോൾ ബാക്കി വന്ന തുകയ്ക്ക് പകരമായി കടക്കാരൻ നൽകിയ മിഠായി ഇന്ന് രാവിലെ മകന് കഴിക്കാനായി എടുത്ത് നൽകിയപ്പോഴാണ് പുഴു ശ്രദ്ധയിൽപ്പെട്ടത്. ഇത്രയും വലിയൊരു ബ്രാൻഡ് ആയിട്ട് പോലും ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരത്തിൽ ഇത്തരമൊരു വീഴ്ച സംഭവിച്ചത് ഏറെ ആശങ്കാജനകമാണെന്ന് ഷാജി പറഞ്ഞു. അവൻ പൊട്ടിച്ചത് തിന്നാണ് പതിവ്. എന്തോ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ പൊളിച്ചു തരാടാന്ന് പറഞ്ഞിട്ട് പൊളിച്ചു നോക്കുമ്പോൾ പെട്ടെന്ന് പുഴു കണ്ടു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു വേറെ മിഠായി തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് തൽക്കാലം ഞാനത് നിലത്ത് വെച്ച് നോക്കുമ്പോൾ പുഴു മുട്ടിട്ടുണ്ട് ആ കവറിൻ്റെ ഉള്ളിൽ. അതോടൊപ്പം പുഴു തിന്നിട്ടുമുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ശ്രദ്ധിക്കുക, പിള്ളേർക്ക് പരമാവധി മിഠായി മേടിച്ചു കൊടുക്കാണ്ടിരിക്കുക. അപ്പോൾ ജീവനുള്ള പുഴുവിനെ ഇന്ന് കിട്ടി. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞു മക്കൾ എന്തെങ്കിലും വിഷയം വന്നാൽ ഇന്ന് ഒരുപാട് പ്രശ്നങ്ങളിൽ ഹോസ്പിറ്റലിൽ പോയാൽ ഒരുപാട് കാശടക്കം നമുക്ക് പോകുന്ന, ചിലപ്പോൾ നമ്മുടെ കുഞ്ഞു മക്കളടക്കം നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് വരാം. കുന്നംകുളം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. കഴിഞ്ഞ 23 വർഷമായി സാന്ത്വന പരിചരണ രംഗത്ത് സജീവമായ കുന്നംകുളം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് കുന്നംകുളം ആര്യ ഐ കെയർ യൂണിറ്റുമായി സഹകരിച്ച് നടത്തിയ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നേത്രരോഗ വിദഗ്ധൻ ഡോക്ടർ രാവുണ്ണിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ KM ഗഫൂർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ദേവദാസ്, ആര്യ ഐ കെയർ യൂണിറ്റ് PRO അജീഷ് രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ക്യാമ്പിനോടനുബന്ധിച്ച് തെരഞ്ഞെടുത്ത 35 നിർധനരായ രോഗികൾക്ക് അമല ഫെലോഷിപ്പ് കുന്നംകുളം യൂണിറ്റ് നൽകുന്ന ഭക്ഷ്യധാന്യ കിറ്റുകളുടെ വിതരണവും നടന്നു. ക്യാമ്പിൽ പരിശോധനയ്ക്കെത്തുന്നവരിൽ ശസ്ത്രക്രിയ ആവശ്യമുള്ളവർക്ക് 4500 രൂപ നിരക്കിൽ തിമിര ശസ്ത്രക്രിയ ചെയ്ത് നൽകുന്നതാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു. എല്ലാ മാസത്തെയും അവസാനത്തെ ബുധനാഴ്ച രാവിലെ 9 മണി മുതൽ പൊതുജനങ്ങൾക്കായി സേവനം ലഭ്യമാകും. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജൂനിയർ റെഡ് ക്രോസിന്റെ നേതൃത്വത്തിൽ കൊടും ചൂടിൽ അകപ്പെടുന്ന മിണ്ടാപ്രാണികൾക്കായി വിദ്യാലയ അങ്കണത്തിൽ തണ്ണീർക്കുടം സ്ഥാപിച്ചു. സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് ജയശ്രീ ഉദ്ഘാടനം ചെയ്തു. ജൂനിയർ റെഡ് ക്രോസ് കൌൺസിലർ PK അബൂബക്കർ സന്ദേശം നൽകി. അധ്യാപകരായ ആൽബർട്ട്, ഗീത, പ്രീതി, ശരണ്യ, സൽമ, ദിവ്യ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളായ നിള, ശ്രീഹരി, മെർലിൻ ടോണി, സൂര്യനന്ദൻ, അഗ്നിഷ എന്നിവർ നേതൃത്വം നൽകി. ചരമം. ഗുരുവായൂർ ഇരിങ്ങപ്പുറം അരീക്കര പരേതനായ സത്യൻ ഭാര്യ ലളിത നിര്യാതയായി. 76 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. സലേഷ്, സനീഷ്, സരിത, സബിത എന്നിവർ മക്കളാണ്. ഗുരുവായൂർ പടിഞ്ഞാറേ നട നാരങ്ങേത്ത് പറമ്പിൽ കൂർക്കപ്പറമ്പിൽ ധർമ്മരാജൻ ഭാര്യ പത്മാവതി നിര്യാതയായി. 77 വയസ്സായിരുന്നു. സംസ്കാരം നഗരസഭാ ശ്മശാനത്തിൽ നടത്തി. മനോജ്, വിജി എന്നിവർ മക്കളാണ്. പാവിട്ടുമുറി അയ്യപ്പത്ത് രാമൻകുട്ടി ഭാര്യ പൂലോത്ത് രുക്മിണിയമ്മ നിര്യാതയായി. 75 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തിയിൽ നടത്തി. ബിന്ദു, ദീപ എന്നിവർ മക്കളാണ്. ചിറളയം മേലങ്ങാടി കിഴങ്ങൻ വീട്ടിൽ പരേതനായ വർഗീസ് ഭാര്യ ചിന്ന നിര്യാതയായി. 81 വയസ്സായിരുന്നു. സംസ്കാരം ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടത്തി. എഡ്ബി, റെജി, ബെസി, റൂബി എന്നിവർ മക്കളാണ്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,445 രൂപ, പവന് 1,07,560 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 250 രൂപ. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്.
കുന്നംകുളത്ത് LDF സ്ഥാനാർത്ഥി AC മൊയ്തീനെതിരെ അപര സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്ന എടപ്പാൾ സ്വദേശി KP മൊയ്തീന്റെ പത്രിക തള്ളി. LDF പ്രവർത്തകരുടെ പരാതിയെ തുടർന്നാണ് നടപടി. ഇതോടെ കുന്നംകുളത്തെ മത്സരക്കളത്തിൽ അവശേഷിക്കുന്നത് 3 മുന്നണികളുടെ സ്ഥാനാർത്ഥികളും ആം ആദ്മി സ്ഥാനാർത്ഥിയും ഉൾപ്പെടെ 4 പേർ. നിയമസഭാ പോരിന് ചൂടേറുന്നു. പ്രചരണത്തിന് ഇനി 2 ആഴ്ച മാത്രം. മുന്നണികളുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ സജീവം. ആരോപണ പ്രത്യാരോപണങ്ങളുമായി രാഷ്ട്രീയ നേതൃത്വം. കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ബഹളം. ജവഹർ സ്റ്റേഡിയത്തിന്റെ പേര് കൌൺസിൽ അജണ്ടയിൽ ഒഴിവാക്കിയതിന് പിന്നിൽ CPIM BJP ഡീലിന്റെ ഭാഗമെന്ന് പ്രതിപക്ഷം. നഗരമധ്യത്തിലുള്ള ജവഹർ സ്റ്റേഡിയത്തിന്റെ പേര് കൌൺസിൽ അജണ്ടയിൽ മുനിസിപ്പൽ ഇൻഡോർ സ്റ്റേഡിയം എന്ന് രേഖപ്പെടുത്തിയത് ബോധപൂർവമാണെന്നും കോൺഗ്രസ് ആരോപണം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.